ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമുക്കേ ഉച്ചക്കിലേക്ക് ഉണ്ടാക്കിയ ഒരു പയറും മത്തങ്ങ എരിശ്ശേരിയുടെ റെസിപ്പി നോക്കാം. നമ്മൾ വീക്ക്ലി വൺസെങ്കിലും ഉണ്ടാക്കുന്നതാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷനാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. താങ്ക് യു. വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ വറ്റൽമുളകും വേപ്പിലയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് പൊട്ടി കഴിയുമ്പോൾ തേങ്ങ ചെരുവിയത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. കരിയരുത്, നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ഇതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം കേട്ടോ ഇതിൽ. എന്നിട്ട് ഈ തീയൊക്കെ താത്തു വെച്ചിട്ട് വേണം ഇത് ഇടാൻ വേണ്ടിയിട്ട്. പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ കുക്കിങ്ങിൽ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നല്ലപോലെ തീ താത്തു വെച്ച് കരിഞ്ഞു പോകരുത്, നല്ലപോലെ മൂത്ത് കിട്ടണം കേട്ടോ. ഇതിങ്ങനെ മൂത്ത് കിട്ടുന്നതാണ് ആ കറിയുടെ സ്വാദ് കൂട്ടുന്നത്. കരിയാതെ മൂപ്പിച്ചെടുക്കുക. തീ കുറച്ച് തന്നെ ഇടുക കേട്ടോ. ഞാൻ സ്റ്റവിൻ്റെ 2 ബർണറിൽ ഏറ്റവും ചെറിയ ബർണറിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതും ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കരിയുന്നതിന് മുൻപ് തന്നെ അത് നമുക്കിനിയിപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ആ ചൂടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ഇത് എങ്ങനെ ഇളക്കി വെച്ചിട്ട് പകർത്തി മാറ്റി വയ്ക്കുക. ഇത് അരപ്പ് ഉണ്ടാക്കുന്നതാണ്. തേങ്ങ ചെരുവിയത്, 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ജീരകം, ഒരു 1/2 സ്പൂണോളം ജീരകം. ഈ വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായതുകൊണ്ട് ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. വലിയ അല്ലി വെളുത്തുള്ളി നല്ല സ്മെല്ലുള്ളതാണെങ്കിൽ 2ഓ 3ഓ ഒതുക്കാവുന്നതാണ്. ഇത് അമ്മീമ വെച്ചിട്ടൊന്ന് അരച്ച് ഒതുക്കിയെടുക്കുക കേട്ടോ. ചട്ടി ചൂടായതിലേക്ക് നമ്മൾ പയറും മത്തങ്ങയും വേവിച്ചത് ഇടണം കേട്ടോ. നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട പയർ, അതുപോലെ മത്തങ്ങ അരിഞ്ഞത്, അത് ഒരു സ്റ്റീം അടിച്ച് രണ്ടാമത്തെ സ്റ്റീം ആവുന്നതിന് മുന്നേ ഓഫ് ചെയ്ത് വെച്ചു. എന്നിട്ട് ആ ആവി മുഴുവൻ പോയിട്ട് തുറക്കുമ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. പാകത്തിനുള്ള വേവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് പയറും മത്തങ്ങയും വേവിച്ചത് ഇട്ടു കേട്ടോ. അതിനകത്തേക്ക് ചെറുതായിട്ട് ഇങ്ങനെ തള വരുവാണ്. അതിനകത്തേക്ക് തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, നമ്മൾ അമ്മയും അരച്ച അരപ്പ് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുകയാണ്. ഇപ്പം കിണ്ണത്തിൽ കുറച്ചുണ്ട്, അത് ഇത്തിരി ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ചുറ്റി ഇതിലേക്ക് വീണ്ടും ഒഴിക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ചൊരു കുറുക്ക് പരുവത്തിലിരിക്കുക കേട്ടോ. അതായത് അത്രയ്ക്ക് കൊണ്ട് സെറ്റല്ല, ഭയങ്കര ഗ്രേവി അല്ല, ഭയങ്കര ഒഴുക്കുമല്ല, കട്ടിക്ക് ഇരിക്കേണ്ടത്. നമുക്കങ്ങനെയാണ് ടേസ്റ്റ് ഇഷ്ടം. ഇതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം കേട്ടോ, നീട്ടിയെടുക്കണോ കുറുക്കിയെടുക്കണോ എന്നുള്ളതൊക്കെ. നമ്മളിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. ഉപ്പൊക്കെ നോക്കുക കേട്ടോ. പയർ വേവിച്ചാൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും ഈ അരപ്പും കൂടെ വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നുള്ളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ഇത്രയും ഉപ്പ് ചേർക്കുന്നുണ്ട്, ഇതിനകത്ത് ഉപ്പ് ഭയങ്കര കുറവാണ്, ഭയങ്കര നിഷ്ഠമായി പോയി. അപ്പോൾ ഇതുണ്ടല്ലോ, ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇത് തിളയ്ക്കാൻ വിടണം കേട്ടോ. എന്താണെന്ന് വെച്ചാലേ നമ്മൾ ചേർത്ത തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, അതിപ്പോഴാണ് വേവാനുള്ളൊരു അവസരമുള്ളൂ. അതുകൊണ്ട് ആ തേങ്ങയുടെ അരപ്പ് മുഴുവൻ വേവണം. ഇതിലോട്ട് കറിയായിട്ട് പയറും മത്തങ്ങയായിട്ട് നല്ലപോലെ മിക്സ്ഡ് ആവും. ആ മസാല ജീരകത്തിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ്. ഇപ്പോൾ അടുക്കള നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. നല്ല സ്മെല്ല് മീൻസ് നമുക്ക് കേരളക്കാർക്കൊക്കെ ഇഷ്ടമുള്ള സ്മെല്ലില്ലേ, അടുക്കളയിൽ നിന്ന് വരുന്ന സ്മെല്ല്. അത് ഇപ്പോൾ എല്ലാവരും ഈ സ്മെല്ലൊന്നും അടുക്കളയിലും പുറത്തൊന്നും വരാതിരിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീടുകളിൽ. എന്നാൽ ഈ വക മണങ്ങളൊക്കെ നമുക്കൊരു ഗൃഹാതുരത്വം ഉണ്ടെത്തുന്ന മണങ്ങളാണ്. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നേരത്തെ കുറച്ച് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ തേങ്ങ വറുത്ത് വെച്ചത് നമ്മൾ പാത്രത്തിലെടുത്ത് വെച്ച് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ.
കണ്ണൂരിൽ ഈ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, നമ്മൾ അമ്മീമ വെച്ച് ഒതുക്കിയെടുത്ത അരപ്പില്ലേ, അതില്ലാതെ ഇത് ചെയ്യും. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയുടെ കൂട്ട് മാത്രം മിക്സ് ചെയ്തിട്ട് ചെയ്യും. അത് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റാണ്. ആ ഒരു രുചിയെ പ്രതീക്ഷിക്കണ്ടു, പക്ഷെ അതും രുചിയാണ് കേട്ടോ. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ പണികൾ കഴിഞ്ഞു. തിളവന്ന് നമ്മുടെ പാകം നോക്കിയിട്ട് ഓഫ് ചെയ്യുക. കറി ഇരിക്കുമ്പോൾ ഒരു ഇത്തിരി ടൈറ്റ് ആവും കേട്ടോ. അങ്ങനെ ഓഫാക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കറിയുടെ ഒരു ഇതിരിക്കുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനലിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന കുക്കിങ്ങാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വ്ളോഗുകൾ, ഈസി റെസിപ്പീസ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താല്പര്യപ്പെടുന്നവർ, ഇഷ്ടപ്പെടുന്നവർ എന്തായാലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. ദാറ്റ് മീൻസ് എ ലോട്ട്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.